സർജറി ദിവസം ഞങ്ങൾ രാവിലെ തന്നെ ഹോസ്പിറ്റലിലെത്തി. കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ട് അത് കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ ബാക്കി പ്രൊസീജിയറെല്ലാം. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങൾ വാർഡിലേക്കൊക്കെ ആക്കിയതിന് ശേഷം ഡ്രസ്സൊക്കെ മാറി സർജറിക്ക് പോകാനായിട്ട് റെഡിയാവാൻ പറഞ്ഞിട്ടാണ്. ഞങ്ങളെല്ലാവരും ഉണ്ട് എത്തോണം ചേട്ടിയുടെ കൂടെ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനും വിഷമവും കേട്ടോ. കാരണം ഞങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നാലും ചേട്ടിക്ക് അങ്ങനെ വരാറില്ല. വന്നാലും അങ്ങനെ ഹോസ്പിറ്റലിൽ പോകും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ചേട്ടിക്ക് ചെറിയൊരു ഇത് വന്നാലും എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. പിന്നെ ഓപ്പറേഷൻ കയറ്റിയതിന് ശേഷം ഞാനും അമ്മയും കേശുട്ടി മാത്രമായിട്ട് അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവരൊക്കെ പോയതിന് ശേഷം ഇത് ഓപ്പറേഷൻ കഴിഞ്ഞ് ഞങ്ങളെ വിളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് നേരം അവൻ്റെ ഇവിടെ ഫോണൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എൻ്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ടാ. അവൻ ഉറങ്ങാണ്ട് കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അവിടെ ഒരു TV ഉള്ള കാരണം ഞാനും അവനും കൂടെ അവിടെ നിന്ന് വാർത്തയൊക്കെ നോക്കി അതും പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളെ പെട്ടെന്ന് സർജറി കഴിഞ്ഞു കാണാൻ വാന്ന് പറഞ്ഞ് വിളിച്ചേ. അവിടെ ചെന്നപ്പോൾ എനിക്ക് ശരിക്കും അങ്ങ് സങ്കടം വന്നേ. കാരണം ഞാൻ അത്രയും പ്രതീക്ഷയില്ല അവിടെ ഇങ്ങനെ കിടക്കണത്. എനിക്കൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ ചേട്ടി ഇങ്ങനെ കിടക്കണത്. ആദ്യം ചെന്ന് ഞങ്ങൾ വിളിച്ചപ്പോൾ തന്നെ കണ്ണൊക്കെ തുറന്നെങ്കിലും പക്ഷെ പെട്ടെന്ന് തന്നെ അങ്ങ് സെഡേഷനിൽ അങ്ങ് മയങ്ങിപ്പോയിട്ടാണ്. പിന്നെ ഒരു അനക്കവും ഇല്ല. പിന്നെ എന്തായാലും സർജറി കഴിഞ്ഞില്ലേ, ഡോക്ടറിനെ കണ്ടപ്പോൾ എല്ലാം ഓക്കെ ആയെന്നൊക്കെ പറഞ്ഞു. പിന്നെ കേട്ടോ ഞാനും അവനും കൂടെ അപ്പം തന്നെ ഏകദേശം ഒരു 1 മണിയോളമായി. ഞാനും അവനും കൂടെ റൂമിലേക്ക് പോയി അവിടെ ചെന്ന് കിടന്നതിന് ശേഷം രാവിലെ ആയപ്പോൾ പിന്നെ ചേട്ടൻ റൂമിൽ കൊണ്ടുവന്നേ. പിന്നെ ഞാൻ രാത്രി തന്നെ ആയപ്പോഴത്തേക്കും ഞങ്ങളെ ഡിസ്ചാർജ് ആക്കിട്ടോ. പിന്നെ